ന്യൂസ് പ്രസ്സിലേക്ക് സ്വാഗതം. റഹീം എന്ന അഫാൻ്റെ പിതാവിനെ ഞാൻ കണ്ടിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ആ പാവം മനുഷ്യൻ പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ കാതിലും മനസ്സിലും മുഴങ്ങുന്നുണ്ട്. നിസ്സഹായനായ ഒരു വ്യക്തിയുടെ പരിതാപകരമായ അവസ്ഥയാണ് ഈ റഹീം എന്നോട് വിവരിച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് ചില വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ അഫാൻ ഏറ്റവും ഒടുവിൽ ആത്മഹത്യ ചെയ്ത് വളരെ ക്രിട്ടിക്കലായ ഒരു കണ്ടീഷനിലായതിനു ശേഷം ഷെമിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ആരും പുറത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ഷെമിയുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. റഹീമിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചത്. റഹീമിൻ്റെ ഭാര്യ അഫാൻ്റെ ഉമ്മയായ ഷെമി ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നു കൂടി നിങ്ങൾ അറിയണം. മകൻ്റെ ആത്മഹത്യാ ശ്രമം റഹീം ഭാര്യയോട് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴും മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളുടെ ചികിത്സ തുടരുന്നതുകൊണ്ട് കഴിയുന്നിടത്തോളം അവരെ കൂടുതൽ വിഷമത്തിലാക്കുന്ന വിവരങ്ങളൊന്നും പറയേണ്ട എന്ന് കരുതിയിട്ടാണ് റഹീം ഈ വിവരം ഭാര്യയോട് പറയാതിരുന്നത്. പക്ഷേ എങ്ങനെയോ ഭാര്യ അത് മനസ്സിലാക്കി. ഇപ്പോൾ അവർ താമസിക്കുന്നത് വെഞ്ഞാറമൂട്ടിൽ തന്നെയുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ്. സമീപവാസികളിൽ ആരോ വാർത്താമാധ്യമങ്ങളിൽ നിന്നും കിട്ടിയ ഈ വിവരം ഷെമിയോട് പറഞ്ഞു. അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ചിലപ്പോൾ ഓർക്കാതെയായിരിക്കും ആ വിവരം കൈമാറിയത്. പക്ഷേ അതിനെ തുടർന്ന് ഷെമിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഒരു മാതാവാണവർ. ഒരു മകൻ മരണപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിന് ശേഷം അതും കൊലപ്പെടുത്തിയത് തൻ്റെ മകൻ തന്നെയാണെന്നും മൂത്ത മകൻ തന്നെയാണെന്നും അവൻ ഇത് മാത്രമല്ല മറ്റ് 5 കൊലപാതകങ്ങൾ നടത്തി എന്നും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടും ആ മാതൃഹൃദയം ഇപ്പോഴും വിതുമ്പുന്നത് അവർ ഒരു മാതാവായതുകൊണ്ടാണ്. ഈ വിഷമസന്ധിയെക്കുറിച്ചിട്ടുള്ള വീഡിയോകൾക്ക് താഴെ വന്ന് നിറഞ്ഞ കമൻറ്റുകൾ നിരവധി പെറ്റമ്മമാരുടേതാണ്. അവരുടെ ശരിക്കും ഈ വിഷയത്തിലുള്ള അവരുടെ പ്രാർത്ഥനകളൊക്കെ തന്നെയാണ് അഫാനെ ഒരു പക്ഷേ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിരവധി വ്യക്തികൾ, അതിൽ ചിലരുടെ പേരുകൾ അടിവരയിട്ട് പറയേണ്ടതുണ്ട്. അതിന് ഞാനൊരു പ്രത്യേക എപ്പിസോഡ് മാറ്റി വച്ചിട്ടുമുണ്ട്. കാരണം മനസ്സിനകത്ത് നന്മ സൂക്ഷിക്കുന്ന മനുഷ്യർക്കെല്ലാം അഫാൻ്റെ സ്ഥിതിയും അഫാൻ്റെ കുടുംബത്തിൻ്റെ പ്രതിസന്ധിയുമൊക്കെ ഉറക്കം കെടുത്തുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഞാനും അതേ അവസ്ഥയിലുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ വെഞ്ഞാറമൂട് സംഭവത്തെക്കുറിച്ച് നിരവധി എപ്പിസോഡുകൾ ചെയ്തത്. അതിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടത്. അതിന് വേണ്ടിയാണ് എറണാകുളത്ത് നിന്നും ഞാൻ തിരുവനന്തപുരത്തെത്തി വെഞ്ഞാറമൂട്ടിലേക്ക് പോയതും അഫാൻ്റെ പിതാവ് റഹീമിനെ കണ്ടതും. അതിനു മുമ്പും പലവട്ടം ഞാൻ വെഞ്ഞാറമൂട്ടിൽ പോയിരുന്നു. ഈ പ്രശ്നങ്ങൾ നടന്ന വീടുകൾ ഞാൻ കണ്ടിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞാൽ അഫാൻ്റെ ആ വീട്, അഫാൻ ആദ്യമായി ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും പിന്നീട് അഫാൻ്റെ കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തിയതുമായ ആ വീട്ടിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ നിങ്ങളോട് സത്യം പറയുകയാണ്. കാരണം ആ വീട്ടിനുള്ളിൽ നിന്നും ഉയരുന്ന ചില നിലവിളികൾ ഇപ്പോഴും നമുക്ക് കേൾക്കാതെ കേൾക്കാം. അവിടെ നിന്നാൽ സാധാരണ നിലയിൽ മാനസികമായി അല്പമെങ്കിലും കരുണയുള്ളവർക്ക് കരച്ചിൽ വരാതിരിക്കില്ല. ഞാൻ ഫർസാനയുടെ വീട്ടിലും പോയിരുന്നു. അവിടുത്തെ സ്ഥിതിയും ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഷെമിയെക്കുറിച്ചിട്ടുള്ള വിവരം ആണ് നിങ്ങളോട് പറയുന്നത്. സ്വാഭാവികമായും മകൻ ജയിലിലാണ് എന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ അധികമായി വിഷമം അനുഭവിക്കേണ്ടതില്ല. ജയിലിലാണ്, സുരക്ഷിതത്വമുണ്ട്, ഭക്ഷണം കിട്ടുമായിരിക്കും, ഉറങ്ങാൻ കഴിയുമായിരിക്കും. അങ്ങനെയൊക്കെ
ചിന്തിച്ച് ആശ്വസിക്കാൻ ഷെമിക്കും റഹീമിനും ഒക്കെ കഴിയുമായിരിക്കും. പക്ഷേ അവൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വളരെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്ന് അറിഞ്ഞതു മുതൽ ഈ മാതാവ് വിങ്ങിപ്പൊട്ടുകയാണ്. അവർ എന്നും റഹീമിനോട് പറയുന്നുണ്ട്, എനിക്കെൻ്റെ മോനെ കാണണം, ഇക്ക എൻ്റെ മോനെ കാണിച്ചതാ. ഇത് പറഞ്ഞ് എല്ലാ ദിവസവും അവർ കരച്ചിലും പിഴിച്ചിലുമാണ്. ആ അവസ്ഥ കാണാതിരിക്കാൻ കൂടിയാണ് റഹീം ശരിക്കു പറഞ്ഞാൽ ഒരു ചെറിയ ജോലി സ്വീകരിച്ച് ചിതറയിലേക്ക് പോയത്. എപ്പോഴും ഭാര്യയുടെ ഈ പൊട്ടിക്കരച്ചിലും വിതുമ്പലും അവരുടെ ഈ അപേക്ഷയുമെല്ലാം കേട്ട് കേട്ട് മടുത്തുപോയ ആ മനുഷ്യന് അതല്ലാതെ വേറെ മാർഗമില്ല. പക്ഷേ റഹീമിന് ധൈര്യം പോരാ. റഹീമിനെ സംരക്ഷിച്ച് നിർത്തിയ ബന്ധുക്കൾ, അദ്ദേഹത്തിനെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന നാട്ടുകാർ, അതുപോലെ സുഹൃത്തുക്കൾ ഒക്കെയും റഹീമിൻ്റെ മുമ്പിലുള്ളപ്പോൾ റഹീമിന് വീണ്ടും ഭാര്യയെയും കൂട്ടി മകനെ കാണാൻ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതും നമുക്ക് മനസ്സിലാക്കാം. റഹീമിൻ്റെ മാനസികാവസ്ഥയും നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതിനുശേഷം റഹീമിനെ ചേർത്ത് പിടിച്ചതൊക്കെ ബന്ധുക്കൾ തന്നെയാണ്. അപ്പോൾ അവർക്കെല്ലാം റഹീമിനോട് ഒരു കാരുണ്യമുണ്ടെങ്കിലും ഷെമിയോട് ഒരു കാരുണ്യവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയ വിവരം. ഇതെല്ലാം ചില വരികൾക്കിടയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഷെമിയെ റഹീമിൻ്റെ ബന്ധുക്കൾ ആരും ഇതുവരെയും ഉൾക്കൊണ്ടിട്ടില്ല. ഈ സംഭവത്തിന് ശേഷമാണ് കേട്ടോ, അതിനു മുമ്പുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ തുടർന്ന ഈ ഷെമിയെ ഏറ്റെടുക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥ ഉണ്ടായി. ശരിക്കും ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലായിരുന്നു ഷെമി കുറേ നാൾ കഴിഞ്ഞത്. അതിനുശേഷം വെഞ്ഞാറമൂട്ടുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയി. ഷെമിയുടെ തന്നെ ഒരു ബന്ധുവാണ്, റഹീമിൻ്റെ ബന്ധുക്കളല്ല. റഹീമിൻ്റെ ബന്ധുക്കൾ നാളിതുവരെയായിട്ട് ഷെമിയോട് പൊരുത്തപ്പെട്ടിട്ടില്ല, ഷെമിയോട് ക്ഷമിച്ചിട്ടില്ല. അവരൊക്കെ പറയുന്നത് അഫാനെ ഈ നിലയിലാക്കിയതിൽ ഷെമിക്ക് പങ്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സത്യം അതൊന്നുമല്ല എന്ന് വ്യക്തമായും ഈ കേസ് പഠിച്ച എനിക്ക് പറയാൻ കഴിയും. ഇതൊക്കെ തന്നെ സംഭവിച്ചത് ആ വീട്ടിൽ 7 വർഷമായി ഒരു വരുമാനമില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാവുകയും തുടർന്ന് കടം വാങ്ങിക്കേണ്ട ഗതികേടിലെത്തുകയും ആ കടമെല്ലാം തന്നെ പലിശയുടെ അടിസ്ഥാനത്തിൽ വാങ്ങിയതാണെന്നും തുടർന്ന് പലിശ ഇരട്ടിച്ചത് കാരണം അത് ശരിക്കും സോൾവ് ചെയ്യാൻ വീണ്ടും പലിശയ്ക്കെടുക്കുകയും അങ്ങനെ പലിശയോട് പലിശ കയറി വല്ലാത്ത ദുരന്തത്തിൽ അകപ്പെട്ടുപോയ ഒരു കുടുംബത്തിൻ്റെ ദാരുണ സ്ഥിതിയാണ് സംഭവിച്ചത്. ബോധപൂർവം ഷെമിയോ അഫാനോ ഒന്നും ഒരു ആർഭാടവും കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായും പറയാൻ കഴിയും. കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് റഹീം പറഞ്ഞതോ റഹീമിൻ്റെ ബന്ധുക്കളോ മറ്റോ പറഞ്ഞതല്ല. നാട്ടുകാരിൽ നിന്ന് തന്നെ ഞാൻ ചില അഭിപ്രായങ്ങൾ എടുത്തിരുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം പലവട്ടം ഞാൻ വെഞ്ഞാറമൂട് ആ സമീപ സ്ഥലത്ത് എറണാകുളത്തു നിന്നും ഞാൻ ഇതിനുവേണ്ടി പോയിരുന്നു. അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിവരമാണ് ഞാൻ പങ്കുവെക്കുന്നത്. ആ വിഷയത്തിൽ ഷെമിയെയോ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുകയേയില്ല. അവർ ഒരു അമ്മയാണ്. ആ അമ്മ എന്നുള്ള നിലയിൽ അവർ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ അവർ ചെയ്തു എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി തന്നെയാണ് ആ 3 പേരും, ഉമ്മയും 2 മക്കളും അവിടെ ശരിക്കും ജീവിച്ചത്. അവർ 2 വർഷമായി വസ്ത്രമെന്തെങ്കിലും പുതിയതായിട്ട് എടുത്തിട്ട് പെരുന്നാൾ ആഘോഷം പോലും അവർക്ക് ആർഭാടത്തോടെ ചെയ്യാൻ ഈ കഴിഞ്ഞ 7 വർഷവും കഴിഞ്ഞിരുന്നില്ല. മക്കളെ ചേർത്തുപിടിച്ച് തന്നെയാണ് ഷെമി ജീവിച്ചത്. അവർ വലിയ ഭക്ഷണം കഴിച്ചു എന്ന് ചിലർ ആക്ഷേപിക്കുന്നു. അങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയൊന്നും അവർക്കില്ലായിരുന്നു. വല്ലപ്പോഴും മക്കൾക്ക് കൊതി വരുമ്പോൾ അവർ ചിലപ്പോൾ ഹോട്ടലിൽ നിന്നും ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവർ ഒരു രോഗിയാണെന്നുള്ള അവസ്ഥ പോലും ചില ബന്ധുക്കൾ പോലും മറന്നുപോകുന്നു. ഒരു ക്യാൻസർ രോഗിയാണ് ആ സ്ത്രീ. ആ അവസ്ഥയിലുള്ള ഒരു സ്ത്രീ ഇപ്പോഴും
അകറ്റി നിർത്തുന്നു എന്ന് പറയുന്നതും ഒരു സങ്കടകരമായ കാര്യമാണ്. മകൻ ചെയ്ത കുറ്റത്തിന് അമ്മയെ ശിക്ഷിക്കുന്നു, അമ്മയാണ് മകനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നുള്ള രീതിയിൽ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ വിഷമം തോന്നും. എന്തായാലും ഷെമിയുടെ കരച്ചിൽ ഇപ്പോഴും ആ വീട്ടിലുണ്ട്. റഹീം പറഞ്ഞത് എന്നും ഷെമി പറയുന്നു, മോനെ കാണണം, മോനെ കാണിച്ചു തരണം, എനിക്ക് അവനെ കാണണം. പക്ഷേ അവരെ കൊണ്ടുപോകാൻ റഹീമിന് മനസ്സനുവദിക്കുന്നില്ല. ആ അനുവദിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. അയാളും ഒരു പിതാവാണ്, അയാൾക്കും മകനെ കാണണമെന്നുണ്ടാകാം. ഇതുവരെയായി ആ കേസ് എടുക്കുന്നതിന് വേണ്ടി ഒരു വക്കീൽ സമീപിച്ചിട്ട് പോലും റഹീം മനസ്സു തുറന്നിട്ടില്ല, വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല. മകന് അവൻ്റെ വിധി അനുഭവിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് ഞാൻ അവസാനമായി കാണുന്ന 3 ദിവസം മുമ്പ് റഹീം സ്വീകരിച്ചിരുന്നത്. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല. പക്ഷേ ഭാര്യയുടെ കരച്ചിൽ, അല്ലെങ്കിൽ അഫാൻ എന്ന തൻ്റെ പിതാവിൻ്റെ ഉമ്മയുടെ കരച്ചിൽ എങ്ങനെയും കേൾക്കാതിരിക്കാൻ ആ മനുഷ്യന് കഴിയുമോ? നല്ലവനായ ഒരു മനുഷ്യനാണ് റഹീം. അയാൾക്കുമുണ്ട് ഒരു പിതൃ ഹൃദയം. ആ ഹൃദയം ശരിക്കും വിതുമ്പുന്നുണ്ടാകാം. പക്ഷേ നിസ്സഹായതയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അകപ്പെട്ടു പോയ ഒരു പിതാവും മകനെ ആത്മഹത്യ ചെയ്ത് ക്രിട്ടിക്കൽ കണ്ടീഷനിലെത്തിയ മകനെ ഒരു നോക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയ ഒരു മാതാവുമാണ് നമ്മുടെ മുമ്പിലെ 2 ദുഃഖ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾ നല്ല മനസ്സുള്ളവരുടെ മനസ്സിനെ ആർദ്രമാക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ഈ എപ്പിസോഡുകളുടെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ തന്നെ കണ്ണ് നനയിക്കുന്നതാണ്. ഇനി അഫാൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച് വരുന്ന മറ്റ് വിവരങ്ങൾ, പിതാവായ റഹീമിൻ്റെ പുതിയ തീരുമാനമുണ്ടെങ്കിൽ അത്, ഈ 2 പേരും കൂടി, പിതാവും മാതാവും കൂടി അഫാനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ആ വിവരം, അതെല്ലാം വരുംകാല എപ്പിസോഡിൽ അങ്ങനെ സംഭവിച്ചാൽ ഉൾപ്പെടുത്തുന്നതാണ്.